ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ വിഷുദിൻ്റെ പ്രത്യേക പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപ്പുകണ്ടത്തേക്കാണ്, എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്. സോ അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം നിർമ്മല വന്നിട്ടുണ്ടായിരുന്നു ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി. സോ ഗൈസ്, നമ്മൾ തികച്ചും യാദൃശികമായിട്ട് നിർമ്മലയിൽ വെച്ച് ക്രിസ്റ്റീനെ വീണ്ടും കണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടിയെന്നറിയോ, ഇവനാണെങ്കിൽ ഗ്രൂപ്പിൽ വീഡിയോ എടുത്തിട്ടാണ് ഇതിക്കൂടെ നടന്നോളെ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് ഇവനെ അയച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും കണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കൂൾ മൊത്തത്തിൽ കണ്ട് നമ്മുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ അയവിറക്കി നിന്നപ്പോൾ മെറീന മിസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെറീന മിസ്സിൻ്റെ കുറേ നേരം വർത്താനമൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ നമ്മുടെ ക്ലാസ് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. നമ്മൾ തോന്നി തുറക്കാനായിട്ട് നോക്കിയപ്പോഴാണ് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് നഗ്ന സത്യം നമ്മൾ മനസ്സിലാക്കിയത്. ഗൈസ്, ഇപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ അന്ന് അബില് പൊട്ടിച്ച എൻ്റെ കുപ്പി +2 A പൂട്ടിയിട്ടിരിക്കുന്ന +2 A ക്ലാസ്സിൽ അലമാരിക്കുള്ളിൽ ഇരിപ്പുണ്ട് ഗൈസ്. സോ ഗൈസ്, വാട്ട് എ കോയിൻസിഡൻസ്. നമ്മൾ അബിലിനെ കുറിച്ച് പറഞ്ഞ് നാക്ക് വാലിട്ട് പിന്നെ എന്ത് അവൻ വന്നിരിക്കുന്നു. അവന് 100 ആയുസാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവനോട് സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോകെ ക്രിസ്റ്റീനയും തിരിച്ചു പോയി. അങ്ങനെ ഞാനും മീനാക്ഷിയും മാത്രമായി നിർമ്മലയില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ചത്തതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പാനിഷ് ഡിലൈറ്റ് ഷേക്ക് കുടിക്കാൻ വേണ്ടി വിനായക ബേക്കറി പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് ഷേക്കൊക്കെ കുടിച്ച് നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കുറേ സാധനങ്ങൾ ഇവിടെ ഇട്ടിട്ടാണ് പോയതെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി തിരികെ വന്നു. വരാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ എടുക്കണ്ടേ. എന്നിട്ട് വന്ന് അതെല്ലാം എടുത്ത് പിന്നെ മന്ദം നടന്ന് നമ്മൾ നിർമ്മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ വെയിലായിരുന്നു ഗൈസ്. ഇതാണ് ഈ സമയത്തൊന്ന് പുറത്തിറങ്ങരുത് ഗവൺമെന്റ് പറയുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഗൈസ്. സോ ഗൈസ്, അങ്ങനെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് സോ ലെറ്റ്സ് ഗോ ബാക്ക് ഹോം. അപ്പോൾ ഏകദേശം സമയം ഒരു 1 മണി ആവാറായിട്ടുണ്ട്. കറുത്ത ഉടുപ്പും കൂടി ഇട്ട് വന്നുകൊണ്ട് തന്നെ എനിക്കൊട്ടും ചൂടില്ല. അതെ ഇന്ന് പുഴുങ്ങുകയായിരുന്നു എന്ന് മാത്രം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരികെ സ്റ്റാൻഡിലേക്ക് പോവാണ്. ATM കയറി കുറച്ച് നേരം തണുപ്പത്ത് നിൽക്കാന്ന് ഓർത്ത് വന്നായിരുന്നു. പക്ഷെ ഇവിടെ AC ഇല്ലായിരുന്നു. നമ്മുടെ ചമ്മി നാറിയതിന് ശേഷം നമ്മൾ നമ്മുടെ സ്കാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെ തന്നെ AC ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അത് മതിയാവാത്തതുകൊണ്ട് പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് ഐസ്ക്രീമും കൂടെ കഴിച്ചു വിനായകെ പോയിട്ട്. പിന്നെ നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്നൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ബസ് വന്നിട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി തിരികെ പോയി. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഉപ്പുകണ്ടത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഗൈസ്, ദാറ്റ്സ് എ റാപ്പ് ഓൺ ഹൗ ദ ഡേ വെന്റ്. അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.